ഹേ ഗായ്സ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. അപ്പം ഇന്ന് മുതലാളി ഇൻട്രോ ചെയ്തത്. ഹേ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഇതൊരു തണുപ്പൻ വ്ളോഗാണ്. അതായത് നല്ല അതായത് ചെറിയ തണുത്ത ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, തണുത്ത കാലാവസ്ഥ, ചെറിയ ചാറ്റൽ മഴ, വേറൊരു മൂഡാണ്. ആ മൂഡിലേക്ക് പോകാനുള്ള ഒറ്റക്കായിരുന്ന ആ ഒരു മൂഡിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ വേറൊരു മൂഡ് പിടിക്കാൻ പോവുകയാണ്. സോ അങ്ങനെ നമ്മൾ ഷിബുമോനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഷിബുമോനെ വേണ്ടി ആ പരിപാടിക്ക് പോകുന്നത്. വേറെ നമ്മുടെ എടപ്പള്ളി പെരുന്നാളാണ്. അപ്പോൾ അവൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നീട് ബീവംബ്രോന്ന് ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും പോയി അറ്റൻഡ് ചെയ്യുക. അഫ്സലിക്ക് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ കുറേ പരിപാടിയുണ്ട്. സോ ലെറ്റ്സ്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം സംഭവിച്ചത് സ്റ്റേഡിയത്തിലൊക്കെ ഭയങ്കര അപ്ഡേഷൻ വന്നു കേട്ടോ. ഇന്നലത്തെ ഒരു ദിവസത്തെ സംഭവം കൊണ്ടുതന്നെ. അതായത് അത് ഞാൻ വീഡിയോ എടുക്കുന്ന തലേ ദിവസം നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. കല്ലൂർ സ്റ്റേഡിയത്തിൽ ഏതൊരു പോലീസുകാരൻ എന്തോ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അവിടെ ഫുള്ള് മൊത്തം മാറ്റി. പണ്ട് നമുക്ക് രണ്ട് വേയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ മൊത്തം മാറ്റി ബാരിക്കേഡ് പോലെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ലിങ്ക് റോഡിലോട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഡിയത്തിന് ചുറ്റും റൗണ്ടിന് മൊത്തം ബാരിക്കേഡൊക്കെ വെച്ചിട്ട് വണ്ടി സ്ലോ ആക്കി പോകാനേ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് വെക്കേണ്ടതായിരുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വെക്കേണ്ടത്. അതെന്താണോ ഇങ്ങനെ എന്തോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ വരുന്നത് സൂക്ഷിക്കുക. വെച്ചിലേക്ക് പോകാനൊന്നും പറ്റത്തില്ല പഴയ പോലെ ഒന്നും. സത്യം പറഞ്ഞാൽ അത് നല്ലതാണ്. ഇപ്പോൾ വെച്ചിങ്ങനെ കൊറോണ ഉണ്ടെങ്കിൽ പൊമ്പ പൊട്ടിച്ചും കിട്ടിച്ചൊക്കെ പോകണമൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു സമാധാനമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ശിവമോഹൻ വരാൻ വേണ്ടി വെയിറ്റിംഗ്. അറിയാമല്ലോ, വന്നു കഴിഞ്ഞാൽ പോസ്റ്റാണ്. സോ വെയിറ്റ് ചെയ്ത് അവിടെ വന്നിട്ട് നമുക്ക് നേരെ എടപ്പള്ളിപ്പള്ളിയിലേക്ക് പോകാം. ശിവമോൻ വന്നു. വേറെ നാളെ ശിവമോൻ പോസ്റ്റ്. ഈ സാധാരണ ഒരു മണിക്കൂർ പോസ്റ്റ് ചെയ്ത് ശിവമോൻ 5 മിനിറ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ശിവമോൻ എന്ത് വേണം? പള്ളിപ്പറമ്പിന്റെ എന്ത് വേണം? ബലൂണാ? പിന്നെ ഞം അവിടെ ചിക്കൻ കറി വെക്കണം. അത് മേടിച്ചു തരാം. കളിപ്പാട്ടൊന്നും വേണ്ട. കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ മേടിച്ചു തരാം. ഹൈഡ്രജൻ ബലൂൺ മേടിച്ചു തരാം. ഓക്കെ ബാപ്പുവാ. നീ കഴിക്കാൻ നിന്റെ സെയിം എക്സ്പ്രഷനാ മോനെ. അതൊക്കെ പെമ്പിള്ളേർക്കുള്ള സാധനങ്ങളാ. ഞാനിതൊക്കെ ഇടും അല്ലേ? പെമ്പിളൊക്കെയുള്ള സാധനമൊക്കെ ആദ്യമായിട്ട് വാങ്ങണ ഞാൻ ആദ്യമായിട്ട് കണിയോട്. ലിപ്സ്റ്റിക് ഒന്നും ഇല്ല. നിനക്ക് അവിടെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? എവിടെ? ഇത് അവിടെ മാത്രം യൂസ് ചെയ്യാനൊന്നുമല്ല, അല്ലാതെ ഞാൻ യൂസ് ചെയ്യും. ബട്ടർഫ്ലൈ നല്ലല്ലേ? ചുരിദാറിന് കൊടുത്താൽ പറ്റില്ല. എല്ലാത്തിനും ക്യാഷിന് കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. നോക്കും ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ടല്ലോ. ഇത് നല്ലടി. ഇത് ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്ക് നല്ലതാണല്ലോ. മുടിക്കോ? ആ, ഇങ്ങനെ കെട്ടുമ്പോൾ നല്ലത്. ഇതെന്റെ മുടിയിൽ കുരുങ്ങും. സ്മൂത്തനിങ് ചെയ്തിട്ടാണ് പ്രശ്നം. ഇതൊക്കെ വെച്ചാൽ ഞാൻ പൂക്കിയായി പോയില്ലേ? ഇല്ല, നീ വെക്ക്. നിന്നെ പൂക്കിയാവും. വെക്ക് ശിബുവിനെ. കമോൺ. ഈ റെഡ് കൊള്ളാം. റെഡ് നല്ല നിനക്കൊരു ഇല്ലേ? പക്ഷെ ഇതിന്റെ കൂടെ ഇടുന്ന ഏത് ഡ്രസ്സാ? എന്റെ കയ്യിൽ ബ്ലൂ ഉണ്ട്. ബ്ലൂക്ക് പറയാൻ പറ്റുക. പക്ഷെ ബ്ലൂവിന്റെ അകത്ത് ഗ്രീൻ ഇല്ല. എടുത്തിട്ട് ശിബുവിനെ ഒന്നും നോക്കണ്ട. ഇതാ വാങ്ങിച്ചോ. ആ ബുഷ് വാങ്ങിച്ചോ. എനിക്ക് ആകെ ഇവിടെ പറ്റിയ ബുഷ് ഇത് മാത്രം. ഇതോ? ഇത് ഈ മുടി ഞാൻ എവിടെ ഇടാനാ? സോറി, നീ എന്ത് കണ്ടിട്ട് പറയുന്നത്? ഇതും പറ്റൂലോ. ഒന്നും പറ്റൂല്ലേ ശിബുവിന്? മുടിയല്ലല്ലോ എന്റേത്. പണ്ടിത് വാങ്ങിക്ക് ശിബുവിന്. ഒന്നും നോക്കണ്ട, വാങ്ങിക്ക്. ഇതൊക്കെ മറ്റേ എല്ലാ പെണ്ണുങ്ങളും ഇടുന്ന സാധനം. വെറൈറ്റി, നിനക്ക് വേണ്ടി വെറൈറ്റി. ഇതാ നീ ഇടാ. ഇത് നിനക്ക് ഞാൻ മേടിച്ചു. എന്നിട്ടാ അൾട്ടിമേറ്റ് ഊക്ക് കിട്ടാ. ഇപ്പൊ സ്റ്റഡി തന്നെ ചീത്ത പേര് മാത്രമേ ഉള്ളൂ. ഇതാ അതൊക്കെ മൂടി പൊട്ടു. എനിക്ക് വേറെ നല്ല എന്തെങ്കിലും കാണണം. നല്ലതാ. ഐ ക്യാച്ചിങ്. ഇതൊക്കെ എന്റെ മുടിയിലൊക്കെ എവിടെ ഇടാനാ? കോഴിവാല്. ഇതൊക്കെ കൊള്ളാമായിരുന്നു. ഏതെടുത്താലും 30 രൂപ. വന്ന മെയിൻ ഉദ്ദേശം ഇതിനായിരുന്നു. ഇങ്ങനെ കൊള്ളാടി. കണ്ണിന് വെള്ളം വേണ്ടി. ഫസ്റ്റിലെ വന്നല്ലേ? ഫസ്റ്റിലെ വന്നില്ല, ലാസ്റ്റിലെ വന്നു. കഴിഞ്ഞപ്പോ വന്ന് വേമ്പ്രോ ഉണ്ടാക്കിയ ചിക്കൻ കറി. അതൊക്കെ നമ്മൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇടയ്ക്ക് ഇവളെ ഊട്ടി വരണം, എനിക്കും കഴിക്കണം. അതാണ് ശിക്കുവാൻ നീ ഒറ്റ കഴിച്ചിരുന്നല്ലോ. അങ്ങനെ വേമ്പ്രോ തന്ന ചിക്കൻ കറിയും കഴിച്ചിട്ട് അതിന്റെ എരിവ് മാറ്റാൻ വേണ്ടിട്ട് ഐസ്ക്രീം കുടിച്ചിട്ട് ഞങ്ങൾ അപ്സ് പക്ഷെ കഴിച്ചില്ല. വയർ ഫുള്ളായില്ലേ?
മതിയായില്ലേ? നമ്മളെ അത് സെയ്ത് അവിടെ ഇനിയിപ്പോൾ ഇനി നമുക്ക് പോകാം സെയ്തിൻ്റെ അടുത്തേക്ക്. ശിശിക്കൂട്ടോ അല്ല പുണ്യാളെ എന്തിനാ ആരാധകർ വീണ്ടും നമ്മൾ ഷോപ്പിംഗ് മാമാങ്ങത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഷിബുമോൻ എന്നൊരു പെൺകുട്ടിയായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഷിബുമോൻ പർച്ചേസ് ശരിയായ സാധനം മോനെ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാണ്. ഇത് ഈ അഫ്സലിക്ക് വഴി തെറ്റി പോകുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഒരു വഴിയിലാണ് തെറ്റി പോകുന്നുണ്ട്. എന്താണെന്ത് ഫോണൊക്കെ ചെവിക്കാത്ത തന്നെയാ ഫുൾ ടൈം. ഏത് പെങ്കൊച്ചാണ് ഫോണത്ത്? കൂട്ടുകാരനെ കാർത്തിക് നാരായണൻ കുട്ടി എൻകുട്ടി എന്നറിയപ്പെടുന്ന നാരായണൻ കൃത്യമായിട്ട് അറിയാല്ലേ? അപ്സിനെ കഴുത്ത് വെച്ച് നോക്കട്ടെ. അപ്സിനെ കഴുത്ത് വെച്ച് നോക്കിയേ. അപ്സിനെ കഴുത്ത് വെച്ച് നോക്കിയേ. അപ്സിനെ കഴുത്ത് വെച്ച് നോക്ക്. ഹായ് കറക്റ്റ് ശരിയായ സാധനം മോനെ. മറ്റേ വെച്ച് നോക്ക്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അടിപൊളിയായിട്ട് ഒരാളുണ്ട് ആലപ്പുഴയില്. സബ്സിഡിക്കടി ഫുഡ് ഞാൻ ഒരിക്കലും കളയില്ല. ഇതിരുന്നാണ് നമ്മളെ പർച്ചേസിങ് ആണ് കേട്ടോ. ശിവമോൻ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട്, വാങ്ങിച്ചിട്ടൊക്കെ വരാം. മോനെ ക്യൂട്ടക്സ് വേണം മോനെ. എന്റെ തീർന്നില്ല അത്. കഴിഞ്ഞിടക്ക് ഞാൻ ക്യൂട്ടക്സ് വാങ്ങിച്ചു. അത് ഞാൻ വാങ്ങിച്ചെന്നാ ഞാൻ ഓർക്കണ പോലും ഇല്ല. അത് ഓർക്കുന്നുണ്ടോ നീ? വെച്ച് വെച്ച് നോക്ക്, വെച്ച് നോക്ക്. കണ്ണാടിയൊന്നുമില്ല, അറിയണ പോലും ഇല്ല. വെച്ചത് അറിയുന്നില്ല വെച്ചതെന്ന്. കൊള്ളാം, പക്ഷെ വേറെ ലുക്കുണ്ട്, ഒരു ക്യൂട്ട് ലുക്ക് വരുന്നുണ്ട്. അറിയില്ല, ഏതെങ്കിലും പെൺകുട്ടിനെ കണ്ട ആ വഴി പോയിക്കാണ്. പെൺകുട്ടിയില്ല, ആൺകുട്ടിനെ കണ്ട ആ വഴിക്ക് പോയിക്കാണ് സൈഡ്. ഏതാ? അത് കൊള്ളാം. ഇത് വെച്ചു നടക്കണം. പക്ഷെ നീ അതാ പറഞ്ഞ നീ ആൺകുട്ടിയാ. ഹെബ ഈസ് നോട്ട് എ ഹെബ, ഹെബ ഈസ് ഷിബുമോൻ. എന്താ അവക്ക് ചെക്കൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും പെണ്ണിനെ ചെക്കനെ ഇവളെ കെട്ടിക്കൊണ്ട് വരിക. അതായത് ചെക്കനെ വീട്ടിലാട്ടി ഇവള് പോകത്തില്ല. ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ചെക്കനെ കിട്ടുമെന്നുള്ളത്. തനിക്ക് എത്ര വയസ്സായാലോ? എനിക്കില്ല, വെറുതെ ഞാൻ ചോദിച്ചു. ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂറത്തിലൊക്കെ 20 രൂപ കിട്ടും. ഗുജറാത്തിൽ ഗുജറാത്തിൽ പോവാം. ഗുജറാത്തിൽ പോവാം. 12,000 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇവൾക്ക് പിന്നെ 5 കിലോ മേക്കപ്പ്, 2 ദിവസത്തെ സ്റ്റേ. ഇല്ല, അവിടെ ബാപ്പയുടെ പോലീസാ അല്ലേ? ഗുജറാത്ത് ഉള്ളത് അത്ര 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 അത്ര. ലാവണ്ടർ ഊത കൊള്ളാം. അത് നല്ല രസമുള്ള സാധനം. നിനക്ക് മണം പിടിക്കൂല. കൊള്ളാം. എന്തായാലും ഞാൻ വന്നേ. അപ്പോൾ എനിക്ക് അവിടെ മെഴുതിരി കത്തിക്കാണ്ടപ്പോഴത്തേക്ക് എനിക്ക് കത്തിക്കാനും പോകാം. ഞാൻ സാധാരണ നമ്മുടെ കല്ലൂർ പള്ളി പോയി കത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കത്തിക്കാണ്ടപ്പോൾ എനിക്കിവിടെ കത്തിക്കാനും പോകാം. അപ്പം ഒന്നും നോക്കില്ല. അവിടെ ചേട്ടനും ചേച്ചിയും കത്തിക്കാണ്ടായിരുന്നു. അവിടെ നേരെ വാങ്ങിച്ച് കത്തിച്ചിട്ട് വരാ. നിനക്ക് മെഴുതിരി കൂടി കത്തിക്കാമായിരുന്നു. അവിടെ നിന്ന് വാങ്ങിച്ചു കത്തിക്ക്. 650. 650. കണ്ടില്ലേ ഹെബയുടെ ഗിഫ്റ്റ്? ഹെബയുടെ ഗിഫ്റ്റ് പകുതി കിളിയാ. കറണ്ട് അടിച്ചപ്പോ കറക്റ്റായി. നാരായണൻകുട്ടിനെ അറിയില്ല? നാരായണൻകുട്ടിനെ അറിയില്ല? അല്ല, ഇത് ആള് ഭയങ്കര ഫേമസ് യൂട്യൂബറാ.
1 million plus ആളുള്ളതാ. മതി. ഓക്കെ ശരി, താങ്ക് യു. തള്ളി പറിക്കണ്ട കുട്ടി. ഇത് സെയ്ത്. യൂട്യൂബർ കുട്ടി. മതി മതി മതി. ബാ, എവിടെയെങ്കിലും പോയി എന്നെ നാറ്റിക്കാൻ നിൽക്കുന്ന അവസരം ഇത്. സമ്മതല്ലേ? എനിക്കൊരു കാണാൻ പറ്റും, ഉറപ്പില്ല. ഞാൻ വരും അറിയാല. നിങ്ങൾക്കായിരിക്കും നടക്കുക. എനിക്ക് കല്യാണത്തിന് ഒന്നും എനിക്ക് തോന്നണം. ഇത് നൈസായിട്ട് എന്നെ ഊക്കാൻ വേണ്ടി എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി പള്ളിയുടെ ഫ്രണ്ടാണ്. അതിന് പോണ പേപ്പർ പൊക്കിപ്പിടിയ ട്രോഫി. ഇത് വിശന്നിട്ട് അവന് കണ്ണ് കാണാൻ പറ്റില്ല പാവപ്പെട്ട. കുറച്ചു മുമ്പ് ചിക്കൻ കറി കഴിക്കാറുണ്ടാ. നീ ലേറ്റ് ആയി പോയി. നമ്മൾ ഇറങ്ങിയപ്പോ വിളിച്ചത് വാശിപ്പ് സോഡ കുടിക്കാം. ആഴ്ച അങ്ങനെ കണ്ണും കണ്ടൊരു ചെവിയും കേട്ടിടാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തളന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പള്ളിയിലെ കഴപ്പമാണ്. വെറുതെ ഇവിടെ ബാരിക്കേഡ് ജിമ്മാര് കുഴപ്പത്തിലും കാണിച്ചിട്ട് വെറുതെ ബാരിക്കേഡ് വെക്കണം. അത് നമ്മൾ വന്ന് തിരിച്ച് സ്റ്റേഡിയത്തിൽ നിന്ന് സെയ്ദിന് നാളെ വർക്കുള്ള കാരണം സെയ്ദ് പോയി. ഹെബയ്ക്ക് നാളെ ക്ലാസ് എടുക്കാണ്ട് ഹെബ പോയി. ഞാനിവിടെ പണിയൊന്നും ഇന്ന് നാളില്ലാത്ത കാരണം തിരിഞ്ഞ് നടക്കുന്നു. എന്തിനാണ് എന്തോ. ഓക്കെ, കുറച്ച് നേരം തിരിഞ്ഞൊക്കെ വരാം. എന്തെങ്കിലും ഉള്ളപ്പോഴത്തേ ഞാൻ വരാം. തളന്ന് അതാണ് ഗൈസ്. അങ്ങനെ 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയപ്പോഴത്തേക്കും ദാസേട്ടനതാ പോകുന്നു. ഞാൻ റൂമിലേക്ക് പോകുന്നു. ഇതൊരു അത്ര വലിയ ബ്ലോഗ് ഒന്നുമില്ല. നമ്മൾ പെരുന്നാൾ വൈബിൻ്റെ അത് അവിടെ എബയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ്. പിന്നെ വിംബ്രയുടെ പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെ പോയ പോക്കാണ്. വലിയൊരു കുമ്പിലെന്നറിയാം. എന്നാലും എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. പോയി കിടന്ന് തുടങ്ങട്ടെ. ഓക്കെ, ബൈ.